ഷൂ ഇടുക, അല്ലെങ്കിൽ കാല് ഇതേപോലെ ഇരിക്കും. നമ്മുടെ വണ്ടിക്കും ചെറിയ പണി കിട്ടിയിട്ടുണ്ട്, ഒരു വീഴ്ചയിലോ കീറിയോ ഇല്ല. Kochimachan and welcome back to another vlog. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കണേ ചെറിയൊരു കഥ പറയാനാണ്. ഒരു 1.5 ആഴ്ച മുമ്പ് നടന്നൊരു സംഭവമാണ്. ഞാനൊന്ന് തലയും കുത്തി താഴെ വീണായിരുന്നു നമ്മുടെ എക്സ്പൾസുമായിട്ട്. ഓഫ് റോഡ് പോയപ്പോൾ അല്ല, കുറേ പേര് ഓഫ് റോഡ് പോയപ്പോഴാന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ ഇട്ടുണ്ടായി. അല്ലാണ്ട് ഞാനിവിടെ റോട്ടി വെച്ച് ഒന്ന് ബാക്ക് സ്കിഡായിട്ട് വണ്ടി കൺട്രോൾ പോയിട്ട് ഫ്രണ്ടിലൊരു വണ്ടി സഡൻ ചവിട്ടിയതാണ്. അപ്പോൾ പോയി ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടി ചവിട്ടി, മാക്സിമം നോക്കി, കിട്ടിയില്ല, വീണു. എനിക്കങ്ങനെ വലുതായിട്ടൊന്നും പറ്റിയില്ല, കാലിന് മാത്രം ചെറിയ പരിക്കുള്ളൂ. കാലിന് മാത്രം പറ്റാനുള്ള കാരണം ഞാൻ നോർമൽ ഒരു ഷൂ ആണ് ഇട്ടത്, ബാക്കി ഫുൾ റൈഡിങ് ഗിയേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അത് കൂടാണ്ട് നമ്മുടെ വണ്ടിക്കും ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. പണി എന്ന് പറയാൻ അത്രയ്ക്കില്ല, നമ്മുടെ ഈ പ്രൊട്ടക്ടേഴ്സൊക്കെ സേവ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. നമ്മുടെ ക്രാഷ് ഗാർഡും നമ്മുടെ ഹാൻഡ് ഗാർഡും ഇവിടെ ഫുൾ ഒരഞ്ഞിട്ടുണ്ടായി. ഹാൻഡിൽ ബാർ ബെൻഡായി. അപ്പോൾ സംഭവിച്ച ദിവസം തന്നെ നെക്സ്റ്റ് ഡേ തന്നെ രാവിലെ ഞാൻ ഹാൻഡിൽ ബാർ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഞാൻ തന്നെ ഫുൾ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ മാറ്റി. വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ ചെറിയ രീതി ഇവിടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്, പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ഇവിടെ സ്ക്രാച്ച് ഉണ്ട്, ഈ വൈസറിൻ്റെ ഇവിടെ സ്ക്രാച്ച് ഉണ്ട്, അത്രേ ഉള്ളൂ. നമ്മുടെ ക്രാഷ് ഗാർഡ് അത് വളഞ്ഞിട്ടുണ്ടായി, ജസ്റ്റ് കുറച്ച് വളഞ്ഞിട്ടുണ്ടായുള്ളൂ, അത് ഞാൻ നേരെയാക്കി. പിന്നെ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ അത്രയും സംഭവിച്ചുള്ളൂ. അപ്പോൾ വണ്ടിക്ക് ഇത്ര സംഭവിച്ചുള്ളൂ. ഇതൊക്കെയുള്ള ക്രാഷ് പ്രൊട്ടക്ടേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് വണ്ടിക്ക് വലുതായിട്ടൊന്നും പറ്റിയില്ല, എനിക്കും വലുതായിട്ട് പറ്റിയില്ല. അതിൻ്റെ കാരണം ഇതൊക്കെ കാരണമാണ് എനിക്ക് ഒന്നും പറ്റുന്നത്. ഇതായിരുന്നു എൻ്റെ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം എന്തൊക്കെ എന്നെ എങ്ങനെയൊക്കെ സേവ് ചെയ്തു എന്നും എങ്ങനെയൊക്കെ സേവ് ചെയ്തില്ല എന്നും. സോ ഫസ്റ്റ് അപ്പ് മൈ ഹെൽമെറ്റ്. ഞാൻ റീസെൻ്റായിട്ട് എടുത്ത എൻ്റെ HJCയുടെ ഹെൽമെറ്റ്. അപ്പോൾ ഇതിൽ ചെറിയൊരു സ്ക്രാച്ചേ പറ്റിയുള്ളൂ, ഭാഗ്യത്തിന് ഇത് ഇടിച്ച് വീണില്ല. അത് കൂടാണ്ട് ഇതിന് വലിയൊരു സ്ക്രാച്ചിന് എടുത്ത് ഇവിടേക്ക് കണ്ടാൽ കാണാൻ പറ്റും. എൻ്റെ തലയിൽ ടോൾ ഗേറ്റ് വീണതാണ് ഈ കാണുന്നത്. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. അപ്പോൾ പെയിൻറ്റ് ക്രാക്കാണ്, ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, പെയിൻറ്റ് ജസ്റ്റ് ക്രാക്ക് ആയതാണ്, ടോൾ ഗേറ്റ് തലയിൽ വീണ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തിങ് ടു സേവ് മീ വാസ് മൈ ഹെൽമെറ്റ്. സെക്കൻഡ് ഈസ് മൈ ജാക്കറ്റ്. ആൽപൈൻ സ്റ്റാറിൻ്റെ ജാക്കറ്റാണ്, ലെവൽ 2 ആർമേഴ്സാണ്, ബാക്ക് സൈഡ് എല്ലാം കൂടെ വന്നത്. പക്ഷേ ഇതത്ര റോഡിലേക്ക് ഇമ്പാക്റ്റ് വന്നില്ല. കാര്യം ഞാൻ എല്ലാവരും ആമത്തോടെന്ന് പറയുന്ന ഈ ഒരു ബാഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിട്ടോ. ഈ ബാഗ് വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പിയാണ്, ഒറിജിനൽ അല്ല. ഇനി 2500, 3000, 3500 ആ റേഞ്ചിൽ വരും റേറ്റ്. ഈ പോർഷൻ കാണുന്നുണ്ടോ? ഈ പോർഷനാണ് ഞാൻ താങ്ങി, അതായത് ഞാൻ ബാക്കിലോട്ട് ഇങ്ങനെ വീണപ്പോഴത്തേക്കും ഈ പോർഷനാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. നല്ല ഹാർഡാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡാണ്. നമ്മുടെ സാധനങ്ങൾ, എൻ്റെ ക്യാമറയൊക്കെ ഉണ്ടായി, അതിനൊന്നും പറ്റിയില്ല. ഭയങ്കര യൂസുള്ള ബാഗാണ്. അപ്പോൾ ഇതെനിക്ക് റോഡ് മോങ്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാം. ഈ വാങ്ങുന്ന എല്ലാ സാധനങ്ങളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. കാര്യം എനിക്കും ഞാൻ വളരെയധികം റെക്കമെൻഡ് ചെയ്യും എല്ലാവരും റൈഡിങ് ഗിയേഴ്സ് ഇട്ട് മാക്സിമം വണ്ടി ഓടിക്കാൻ നോക്കുക. നെക്സ്റ്റ് അപ്പ് ഈസ് ദ റോയൽ എൻഫീൽഡ് പാൻറ്. ഇത് എനിക്ക് ഹിമാലയൻ ഓഡിസി, ഞാൻ റോയൽ എൻഫീൽഡായിട്ട് റൈഡ് പോയപ്പോൾ അവരെനിക്ക് തന്നതാണ്. അന്ന് ഞാൻ യൂസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല, കാര്യം അന്ന് ഞാൻ റൈഡിങ് പാൻസ് യൂസ് ചെയ്യണ്ടായി. പക്ഷേ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് റൈഡിങ് പാൻസ്, അതായത് കാഷ്വൽ റൈഡിങ് പാൻസ്. ഇത് കണ്ടാലും പെട്ടെന്ന് നമുക്ക് തോന്നൂല ഒരു റൈഡിങ് പാൻറ്റാണ്. ഇത് ഒരു ട്രൗസർ പോലെയാണ് നമുക്ക് ആക്കാം, അതായത് നമുക്ക് ഷോർട്ട്സ് ആക്കാൻ പറ്റും. ഇവിടെ നിന്ന് സിബ് ഉണ്ട്, ഈ സിബ് തുറന്നാൽ നമുക്കിത് ഷോർട്ട്സ് ആവും. ഇവിടെ പാഡിങ് ഉണ്ട്, ഇതിന് ലെവൽ 1 പാഡിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഭയങ്കര അടിപൊളി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതല്ല, റോട്ടിൽ വരഞ്ഞിട്ട് സാധാരണ നോർമൽ ഒരു ജീൻസ് ഇട്ടാൽ റോട്ടിൽ വരഞ്ഞാൽ എന്തായാലും കീറും, ഇത് കീറിയില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഒരു വീഴ്ചയിലോ കീറിയോ ഇല്ല, അതായത് വേറെ ഒരു സ്ഥലത്തും എനിക്ക് ഒരു പ്രശ്നം വന്നില്ല. ബട്ട് ഇവിടെ പാഡിങ് ഉള്ളതുകൊണ്ട് എനിക്ക് മുട്ടിൽ ചെറിയ ആ വീണതിൻ്റെ ഇമ്പാക്റ്റിൻ്റെ ചെറിയൊരു വേദന മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു 1-2 ദിവസം ഉണ്ടായുള്ളൂ, അത് കഴിഞ്ഞ് അത് പോയി. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ പാൻറ്റ് ഞാൻ വളരെയധികം റെക്കമെൻഡ് ചെയ്യും. ഇത് അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇത് അവരുടെ പുതിയ ഡിസൈൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഡിസൈൻ എടുത്താലും അതിൽ എനിക്ക് തോന്നുന്നു നീ പാഡും ഹിപ്പിൻ്റെ അവിടെ പാഡും തന്നെ പാൻസ് ഉണ്ട്, അതെടുക്കണമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ബട്ട് ഇങ്ങനത്തെ പാൻസ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 4000 to 5000 റുപ്പീസാണ് അവരുടെ വെബ്സൈറ്റിൽ കിടക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് വാങ്ങാം. ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇട്ടും പോകാം, കാഷ്വലായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഭയങ്കര റൈഡിങ് പാൻസ് ആയിട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നില്ല. ബട്ട് യെസ്, ഇതിന് പാഡിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ ദിസ് തിങ് സേവ്ഡ് മൈ ലെഗ്സ് ഫോർ ഷുവർ. നെക്സ്റ്റ് അപ്പ് ഗ്ലൗസ്, ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ ആദ്യം വീഴുമ്പോൾ കൈ കുത്തണ സ്ഥലം അല്ലേ, അത് നമുക്ക് അകത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ. ഇതും റോയൽ എൻഫീൽഡിന് തന്നെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഗ്ലൗസ് ആണ്. ഇത് ഏകദേശം ഉപയോഗിക്കുന്നത് 3 years ആയി. വളരെ വിഷമമുണ്ട് ഇത് കീറിപ്പോയാൽ, പക്ഷേ ഇത് കീറിയതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ, പാമ്പിൻ്റെ അകത്ത് ഈ ഭാഗം കീറിപ്പോയി. ഇത് ജസ്റ്റ് എന്താ ഒരു ഹാർഡായിട്ടുള്ളൊരു ഫോമോ അങ്ങനത്തെ ഒരു കാര്യമാണ്, അല്ലാണ്ട് പ്രൊട്ടക്ഷനായിട്ട് ഈ നോക്സിൻ്റെ അങ്ങനത്തെ പ്രൊട്ടക്ടറൊന്നുമല്ല, സ്ലൈഡ് പ്രൊട്ടക്ടർ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. ബട്ട് ഈ സാധനം കൊള്ളാം, ഇത് നല്ല യൂസ് ഉണ്ടായി. ഇതൊന്നും ഈ മോഡലൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ബട്ട് റോയൽ എൻഫീൽഡ്
കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ടുള്ള മോഡൽസ് അവരുടെ വെബ്സൈറ്റിൽ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലെതർ ഗ്ലൗസ് ആണ്. ആദ്യം ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരുന്നു ലെതർ ഇട്ട് കഴിഞ്ഞു. പക്ഷേ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് വെറുതെ കയ്യിൽ ഭയങ്കര സെറ്റായിട്ട് ഇരുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഗ്ലൗസ് ആണ് റോയൽ എൻഫീൽഡിൻ്റെ. അപ്പോൾ താങ്ക് യു റോയൽ എൻഫീൽഡ് എന്നെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഗിയേഴ്സ്, റൈഡിങ് ഗിയേഴ്സൊക്കെ അയച്ചു തന്നിട്ട്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, എല്ലാവരും ചോദിക്കുന്നൊരു സാധനമാണ് ഈ ബാഗ്. ഈ ബാഗ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ദിവസം ഒരു 2-3 മെസ്സേജ് വെച്ച് വരാറുണ്ട്. ചേട്ടാ ഈ ബാഗ് എവിടെ നിന്നാണ്, എന്താ സംഭവം. ഇതിനെ പറയണത് ഒരു തൈ ബാഗ് എന്നാട്ടോ. ഇതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ നമ്മുടെ വേസ്റ്റിൽ ഇതിങ്ങനെ കെട്ടാം. ഞാനിത് പാൻറ്റിന് ബെൽറ്റ് ഉപയോഗിക്കാറില്ല, അതിനവരെ ഇതാണ് ഉപയോഗിക്കുന്നത്. ടൈറ്റ് ആയിരുന്നോളും. പിന്നെ ഈ സാധനം എടുത്തിട്ട് നമ്മുടെ കാലിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിയിട്ട സാധനം അടിപൊളിയായിട്ട് ഇരുന്നോളും. ഇതിന് മുമ്പത്തെ വേർഷൻ ഉണ്ട്, അത് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. ഇത് നമുക്ക് ബൈക്കിലേക്ക് ഇരിക്കുമ്പോൾ ചില സമയത്ത് നമുക്കിങ്ങനെ ഉടക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഭയങ്കര ഔട്ടർ ഷെല്ല് ഹാർഡ് ആയതുകൊണ്ട്. പക്ഷേ ഈ ഔട്ടർ ഷെല്ല് ഹാർഡ് ആയതുകൊണ്ട് ഇത് ഇങ്ങോട്ടേക്ക് വന്ന് നിങ്ങൾക്ക് കാണാം, ഞാൻ വീണപ്പോൾ ഈ ഷെല്ല് എൻ്റെ ഫോണ് സാധനങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത്, അതുകൂടാണ്ട് എൻ്റെ ഈ ഒരു ഭാഗവും വേണം പ്രൊട്ടക്റ്റ് ചെയ്തു എന്ന് പറയാം. അകത്ത് ഫോൺ ഉണ്ടായി, ഞാൻ എൻ്റെ ഐഫോൺ ഉണ്ടായി, പിന്നെ കണ്ണാടി, അങ്ങനത്തെ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളുണ്ടായി. ഒരു സാധനം ഒന്നും പൊട്ടിയില്ല. ഇതൊരു ഹാർഡ് ഷെല്ലായതുകൊണ്ട്. കാർബണൈഡോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വെക്ടർ എന്നല്ല ടേർട്ടിൽ എന്ന് പറഞ്ഞ മോഡലാണിത്. വെക്ടർ ഇതിന് മുമ്പത്തെ മോഡലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ വെക്ടർ എന്ന് പറഞ്ഞ സാധനം ഇറങ്ങിയപ്പോൾ മുതൽ ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം, ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ വില വെറും 1200 രൂപയുള്ളൂ. ഇതിൻ്റെ റേറ്റ് മുമ്പത്തെ മോഡലിന് 1000 രൂപ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഇത് കുറച്ച് ഡിസ്കംഫർട്ട് ആയിരിക്കും ആദ്യം, പയ്യെ സെറ്റ് ആവണം. മറ്റേത് ഭയങ്കര യൂസ് ആയിരിക്കും, ജസ്റ്റ് ഒരു ബാഗ് പോലെ ഇങ്ങനെ കിടക്കും, ഫ്ലെക്സിബിളാണ്. ഇത് ഈ ഹാർഡ് ആയതുകൊണ്ട് ഫ്ലെക്സിബിൾ അല്ല, പക്ഷേ ഈ ഹാർഡ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റൈഡിങ് ഗിയേഴ്സ്. സാധനങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്ത് ഞാൻ എപ്പോഴും വണ്ടി ഓടിക്കുന്നത്. എന്നെ കുറേ പേര് ചോദിക്കാറുണ്ട്, നീ ഇതൊക്കെ ഇട്ടിട്ട് കുറേ സമയം എടുക്കുമല്ലോ നിനക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അതേ സമയം എടുക്കും, പക്ഷേ ഈ സമയം എടുക്കണോണ്ട് ഈ ഒരു വീഴ്ചയിൽ എനിക്ക് അധികം സമയം റെസ്റ്റ് ചെയ്യാണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അതാണ് ഈ റൈഡിങ് ഗിയേഴ്സ് ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതിൻ്റെയും ഒരു യൂസ്. ഇതാണ് ആ ഷൂ. ഈ ഷൂ ഇട്ടാണ് ഞാൻ ഓടിച്ചത്. ഇത് വണ്ടി ഓടിക്കാനുള്ള ഷൂ അല്ല, എന്നാലും ഞാൻ ഇത് ഓടിച്ചു. ഇത് കണ്ടോ, ഈ സൈഡൊക്കെ ഇതൊക്കെ കീറി. പിന്നെ എപ്പോഴും നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ കൂടുതൽ ആംഗിളിൽ പ്രൊട്ടക്ഷനുള്ള ഷൂ ഇടുക, അല്ലെങ്കിൽ കാല് ഇതേപോലെ ഇരിക്കും. കുറച്ച് ഒരാഴ്ച 10 ദിവസത്തിന് മുകളിലായി, ഇപ്പോൾ ഓൾമോസ്റ്റ് ഹീലായിക്കൊണ്ടിരിക്കണതാണ്. ചതവുണ്ട്, പിന്നെ അതേപോലെ കാല് ഒടിവൊന്നുമില്ല ഭാഗ്യത്തിന്. വണ്ടി കാലിൽ വീണു. അപ്പോൾ നമ്മുടെ ഈ ആംഗിളിൻ്റെ ഈ ഒരു ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യണ ഒരു ഷൂ വേണം എപ്പോഴും റൈഡ് ചെയ്യുമ്പോൾ ഇടാൻ. കാര്യം അത് ഭയങ്കര സെൻസിറ്റീവ് ഏരിയയാണ്. സെൻസിറ്റീവ് അല്ല, അവിടെ എന്തെങ്കിലും പറ്റിയാൽ പണിയാണ്. അതാണ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കണം. നിങ്ങൾ മാക്സിമം റൈഡിങ് ഗിയേഴ്സൊക്കെ ഇട്ട് വണ്ടി ഓടിക്കുക. ഞാൻ ഉപയോഗിച്ചിരുന്ന എല്ലാ ഗിയേഴ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഷോർട്സ് ആയിട്ട് എന്തായാലും യൂട്യൂബിലിടും. അതുകൂടാണ്ട് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഞാൻ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ. സോ ഈ അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. സോ ഡോണ്ട് ഫൈൽ ലൈക്ക് സബ്സ്ക്രൈബ് ചാനൽ, ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ ബെല്ലിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും നിങ്ങൾ സ്വന്തം കൊച്ചിമച്ചാൻ. ബൈ. പിന്നെ ഞാൻ പുതിയൊരു ആറ്റും കൂടി ചെയ്തിട്ട് ഡീറ്റെയിൽസ് ആണ് ഇൻസ്റ്റഗ്രാം. ചെക്ക്. പിന്നെ ഈ വീഡിയോയുടെ അവസാനമൊക്കെ കാണാൻ പോണേ, ഇതാരും പൈസ തന്നിട്ട് ചെയ്യണ വീഡിയോ അല്ല. വീണ് വിഷമമുള്ളതുകൊണ്ട് ഇനി ആരെങ്കിലും വീഴുമ്പോൾ അവർക്കൊന്നും പറ്റില്ലേന്ന് വിചാരിച്ച് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞേക്കണ ഒരു കമ്പനി എനിക്ക് പൈസ തന്നിട്ട് ചെയ്യണ വീഡിയോ അല്ല. അവർ തന്നുകൊണ്ട് ഞാനിവിടെ ജീവിച്ചു പോണ്. അതുകൊണ്ട് ആ ഒരു സ്നേഹം കാണിക്കാൻ വേണ്ടി മാത്രം, നിങ്ങൾക്കും അറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്യണ ഒരു വീഡിയോ കേട്ടോ. നോക്കാം, കൈവേദന എടുക്കണ്ട. കൊച്ചിമച്ചൻ ചേട്ടാ ഈ ടീഷർട്ട് അവിടെ നിൽക്കിയതാ, ഷർട്ട് അവിടെ നിൽക്കിയതാ. ഈ ഷർട്ട് എനിക്ക് ചേച്ചി വാങ്ങി തന്നതാണ്, രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇട്ട് നിർബന്ധിച്ച് ഇടിയിച്ച് ഇത് ഇട്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇത് ഇട്ടേക്കണം കേട്ടോ. നല്ലതാണോ അല്ലയെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടെന്ന് പറയണേ. സാമ്പിൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചേച്ചി സൗമ്യലക്ഷ്മിയാണ്. സൗമ്യലക്ഷ്മി വെറും സൂപ്പറാണ്, അടിപൊളിയാണ്. നടക്കണം. Yes. Saumya is very awesome and beautiful, and she is sponsoring new riding gears for me, you know. അതൊക്കെ എന്താണെന്നും മിണ്ടാത്തെ പറയൂ.